നിനക്കിതിന്റെ ആവശ്യമുണ്ടോ? കള്ളക്കടത്തിന്റെ നിന്നോടാ ചോദിച്ചത്. 3 നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാ വിശപ്പ് മാറോ? മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസം കഴിയാ? നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ? സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം. ആ സാധനങ്ങളുടെ ഉടമസ്ഥൻ ഞാനല്ല. അത് വിറ്റാൽ എനിക്ക് 10-15 രൂപ കമ്മീഷൻ കിട്ടും. അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമില്ല. അതുകൊണ്ട് ശരി, നീ നാളെ ഓഫീസിലേക്ക് വാ. അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതൊന്നും പേടിക്കണ്ട, ആള് തന്നെ കവച്ചു വയ്ക്കും. ശേരൻകുട്ടി, അവനെ കൊല്ലരുത്. സന്തോഷിനെ കൊല്ലരുത്. അവനെന്റെ സാഗർ, ശേരൻകുട്ടി പ്ലീസ്. വഞ്ചനയ്ക്കും ചതിക്കും ഇവിടെ ഒരു നിയമമേ ഉള്ളൂ. അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും ശരി. ₹1500 ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം. മാസം 15,000 രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി. 2 പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു. എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു. 50 ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത്. കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ? എന്നിട്ട് എന്തായി? എന്താ നീ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാവിറങ്ങിപ്പോയോ? നിനക്ക് പെട്ടെന്ന് ASP യോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ? എന്തിനാ അയാൾ വെറുതെ വിടാൻ പറഞ്ഞത്? അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ? ഇല്ല. ജാക്കി, ശേരൻകുട്ടി, എല്ലാം തീർന്നു. എല്ലാവരും അകത്താകും, ഞാൻ ഉൾപ്പെടെ. എന്താടോ കാര്യം പറ. നോക്ക്, അഴിഞ്ഞതാ. കണ്ടില്ലേ, വലിയ ചതിയായി പോയി. ഇതെങ്ങനെ അവരറിഞ്ഞു? അച്ഛൻ അറിഞ്ഞാ തീർന്നു. പിന്നെ ഇരിക്കപ്രതി ഉണ്ടാവില്ല. വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും. ഈ ന്യൂസ് അവർക്ക് എങ്ങനെ കിട്ടി? ആരാ ഇവരുടെ ആള്? ആളെ എനിക്കറിയാം. ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു പെണ്ണ, അശ്വതി. നല്ല ഡീസന്റ് ആണ്. അയ്യോ, ഞാനല്ല അവർക്ക് ഈ ന്യൂസ് കൊടുത്തത്. അല്ല, സത്യമായിട്ടും അല്ല. ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ്. രണ്ടാമതും കുത്തി പൊക്കുവോ? എന്തിന്? അങ്ങനെയുള്ള ബുദ്ധിമോശമൊന്നും അയാൾ കാണിക്കില്ല. സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ? അയാളുടെ പാർട്ടിക്കാരല്ലാതെ ചെയ്തതെന്ന് അന്നേ അയാൾ മനസ്സിലാക്കി കാണും. തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അനങ്ങായിരുന്നത്. ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല. പിന്നെ ബോംബെയിൽ നിന്ന് വന്നൊരു മാഗസിനിലെ ന്യൂസ് വിലപ്പോവില്ല എന്ന് അയാൾക്കറിയാം. പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത്? മറിക്കുപോ. എന്നാലും ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി? അതൊന്നറിയണ്ടേ? സാഗർ, അവളോടൊന്ന് ചോദിച്ചാലോ? എന്ത് കാര്യം? ചോദിച്ചാൽ അവർ എഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ലേ അർത്ഥം? വേണ്ട, അത് പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തുന്നതല്ലേ നല്ലത്? പേടിക്കും പേടിക്കും. വേഗം ചെല ശേരൻകുട്ടി, എടുത്തിയാട്ടാ നിന്റെ കുഴപ്പം. പോയെ. ഹലോ. ഹലോ.
മൈ ഗോഡ്. പവർ ഫെയിലിയറാ. അത് തുറക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? ഒന്നീ കറണ്ട് വരണം, അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം. എക്സ്ക്യൂസ് മീ, ആ വീക്കിലി വന്നരാ. അശ്വതി വർമ്മ, ജേർണലിസ്റ്റ് ആണല്ലേ? അതെ. Underworld King Sagar Elias Jackie helps the Chief Minister to overcome the political crisis. ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണോ? ഞങ്ങൾ നുണ എഴുതാറില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും അല്ലേ? സംഭവിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. താങ്ക്സ്. നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസൊക്കെ കിട്ടുന്നത്? പല സോഴ്സും ഉണ്ട്. സോഴ്സ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച്, അല്ലെ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ? അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ? ഓ യെസ്, അറിയാം. അത് ശരി, അയാൾ പറഞ്ഞായിരിക്കും. അല്ല, ചിലരുണ്ടല്ലോ വീരവാദം മുഴക്കുന്നവർ, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ. സാറിന് എന്താ ജോലി? ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഈ ബിസ്ക്കറ്റ് കച്ചവടം. ഹോൾസെയിൽ ആയിരിക്കും. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഓ, താങ്ക് ഗോഡ്. എക്സ്ക്യൂസ് മീ, സാറിന്റെ പേര് പറഞ്ഞില്ല. സാഗർ ഏലിയാസ് ജാക്കി. ജാക്കി. നല്ല സ്ഥലം. ചേച്ചി ഇവിടെ നില്ല, ഞാനിപ്പോ വരാം. ഉം. വിളി വരാൻ പറ. ആ വരി വരി വരി. ആ വരി വരി ഇരിക്കി. നിങ്ങൾക്ക് ഇപ്പൊ എന്തെല്ലാണ് വേണ്ടത്? എന്തൊക്കെയുണ്ട്? പൗഡർ, പെർഫ്യൂം, സാരി, പലതും ഉണ്ട്. ആ, ഒന്ന് കാണട്ടെ. ഇരിക്കുന്നത് കള്ളശൈത്താൻ നീ നമുക്ക് നായിന്റെ അവൻ. നമ്മളെ ലാസ്റ്റാണ്. എന്ത് ചെയ്യും? നല്ല വറാവറില്ല. കുത്തിരിക്കങ്ങള് ഇതെല്ലാം ഒറിജിനലാണോ? ഡ്യൂപ്ലിക്കേറ്റിന്റെ കച്ചവടം നമുക്കില്ലല്ലോ. ആ പെർഫ്യൂം എടുക്കൂ. വൺ മാൻ ഷോ. സോപ്പ് അല്ല, പൗഡർ. അത് വേണ്ട, അത് വേണ്ട. യാഡ്ലി. പിന്നെ അത് വേണ്ട. ഇതൊരു പുതിയ സാധന. നിവ്യ. ഇതിനെന്താ വില? 125 ഉറുപ്പ്യ. ഞാൻ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചെയ്യാന്ന്. ഇതൊക്കെ എനിക്ക് വേണം. നിങ്ങൾക്ക് ഇതെല്ലാം എവിടുന്നാ കിട്ടുന്നത്? ഇമ്പോർട്ട് ചെയ്യുന്നതാ? ഇമ്പോർട്ടും ഒന്നും എനിക്കറിയില്ല. ഈ ഉരുല്ലേ ആ, മച്ചുവ, ആ. അറബിന്റെ അവിടുന്ന്. ആ. പിന്നെ ചില പഹന്മാര് ദുബായിൽ നിന്ന് വന്നിട്ട് ഡ്യൂട്ടി അടക്കാൻ കാശില്ലാതെ കറങ്ങുമ്പോ അവരോട് ചുളു വിലക്ക് കിട്ടണാണിത്. ചുളു വിലക്ക് കിട്ടുന്നാണെങ്കിൽ വില കുറച്ച് തന്നൂടെ? വില പറഞ്ഞ പ്രശ്നമല്ല, ഫിക്സഡ് റേറ്റാ. ആ, അപ്പോഴേ ഈ ഒരു പുറംകടലിൽ വരുമ്പോ മച്ചുവയിൽ പോയി കളക്ട് ചെയ്യോ? അതിന് ഏജന്റുമാരുണ്ട്. ആ, അപ്പൊ ഈ ഏജന്റുമാര് കൊണ്ടുവന്ന് ഇതൊക്കെ സപ്ലൈ ചെയ്യല്ലേ? ആ ആ അപ്പോ ഈ ഏജന്റുമാർക്ക് ഒരു തലവനുണ്ടാവും അല്ലേ? ഓ ഓ അദ്ദേഹം ആയിരിക്കും ജാക്കി. അല്ല, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ അറിഞ്ഞത്? സാധനം വാങ്ങാൻ വന്നാ വാങ്ങിപ്പോയ പോരെ? അപ്പം തന്നാ പോരെ? കുയ്യണ്ണണം. നിങ്ങൾ വനിതാ CID പോലീസ് അല്ലേ? അല്ല. വേണ്ട 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 വേണ്ട. എണീറ്റോളി, എണീറ്റോളി. അല്ല, നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അശ്വതി വർമ്മയ്ക്ക് എന്താ അറിയേണ്ടത്?
സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാ. സാധനം വാങ്ങാൻ വന്നതോ? നിങ്ങൾ CID പോലീസ് അല്ലേന്ന്? ഏയ്, അശ്വതി വർമ്മ പോയിക്കൊള്ളൂ. ഈ മീൻ്റെ അകത്തെ പണി കൊള്ളാലോ കോസ്റ്റ. ഇനി എന്തെല്ലാം പണി കിടക്കുന്നു. കോസ്റ്റ, നമ്മൾ ദുബായിക്ക് പോകുന്ന പിള്ളേരുടെ കയ്യിൽ ഇത് കൊടുത്തയക്കുമ്പോൾ അവർക്ക് വല്ല സംശയവും തോന്നിയാലോ? ഏയ്, നമ്മൾ റിക്രൂട്ട് ചെയ്ത് അയക്കുന്ന പിള്ളേരല്ലേ, കമാന്നൊരു അക്ഷരം മിണ്ടില്ല, പറയുന്നത് പോലെ ചെയ്തോളൂ. ഇനി കസ്റ്റംസുകാർക്ക് വല്ലതും? നോർമൽ കേസിൽ ഇതൊന്നും അവർ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇനി അഥവാ ചെക്ക് ചെയ്താൽ തന്നെ ശേഖരൻ കുട്ടിയല്ലേ കൂടെ ഉള്ളത്. അത് ശരി. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എങ്ങനെയുണ്ട് പുതിയ പങ്കുവച്ചോടം? വഞ്ചനയും ചതിയും ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. ഇവിടെ ഒരു നിയമമേ ഉള്ളൂ, അത് നീ ആയിരുന്നാലും ശരി, ഞാനായിരുന്നാലും. നീ തന്നെ പറഞ്ഞ വാചകമാണിത്. പറഞ്ഞത് അബദ്ധമായി പോയെന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടുമില്ല. നിനക്കിഷ്ടമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? എനിക്കിഷ്ടമല്ലാത്തത് നിനക്കും വേണ്ടെന്ന് അല്ലേ? നട്ടലുള്ള ആണായിരുന്നെങ്കിൽ നീ അന്ന് പറയണമായിരുന്നു നീ ഇത് ചെയ്യുമെന്ന്. എനിക്കിപ്പോഴൊരു കാര്യം അറിയണം. നീ തുടങ്ങിയ പുതിയ ബിസിനസ് നിർത്താൻ തയ്യാറാണോ അല്ലയോ എന്ന്. നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. 4 കാശിന് വിലയില്ലായിരുന്ന നിന്നെ ജാക്കിയാക്കിയത് ഞാനാണ്. നീ ശേഖരൻകുട്ടിയെ ഒരു ചുക്കും ആക്കിയിട്ടില്ല. ഡോണ്ട് ട്രൈ ടു ബോസ് മീ. നീ എന്റെ വലിയ സുഹൃത്താണെന്ന വിചാരം ഉണ്ടെങ്കിൽ അതം കളഞ്ഞേര്. യു ആർ ഓൺലി മൈ ബിസിനസ് പാർട്ട്ണർ. ഇപ്പോഴെങ്കിലും പറഞ്ഞത് നന്നായി. നമുക്ക് പിരിയാം. കമാൺ, വി വിൽ പാർട്ട്. ബുദ്ധിമുട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വന്ന് പാർട്ട്ണർഷിപ്പ് പിരിയണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നടക്കണം, അല്ലെങ്കിൽ നടത്തും. ഇന്നു മുതൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ജാക്കി, യു വിൽ റിഗ്രറ്റ്. 32 ചേരിക്കാരുടെയും ആ പത്രക്കാരി പെണ്ണിന്റെയും പിൻബലത്തിലാണ് നീ ഇതൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവർ നിന്നെ തള്ളി പറയും. ശേഖരൻകുട്ടി, നീ മന്ത്രിയുടെ അല്ല ചക്രവർത്തിയുടെ മകനായാലും ശരി, നിന്റെ പെറുക്കിത്തരം നിന്നെ വിട്ടുപോകില്ല. ഐ പിറ്റി യു ബാസ്റ്റാർഡ്. സാഗറിന് ഞാൻ ഈ എഴുത്തെഴുതുന്നത് പേടിച്ചു വിറച്ചുകൊണ്ടാണ്. ഇവിടെയുള്ളവർ ഓരോന്ന് പറയുന്നു. സാഗറും ശേഖരൻകുട്ടിയും തെറ്റിയെന്നും ഭയങ്കര വഴക്കാണെന്നും അയാൾ സാഗറിനെ ഉപദ്രവിക്കുന്നും മറ്റും. സാഗറിനെ അയാൾ... എനിക്കിവിടെ ഒരു മനസമാധാനവും ഇല്ല. രാത്രി ഉറങ്ങാനേ കഴിയുന്നില്ല. എനിക്ക് സാഗറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ടാ എഴുത്തു കൊടുത്തയച്ചത്. കണ്ടില്ലേ, ഇപ്പൊ മനസമാധാനമായില്ലേ? ആദ്യമായിട്ടാ എന്റെ കാമുകി എനിക്കൊരു കത്തെഴുതുന്നത്. പക്ഷേ ഉള്ളടക്കം മോശമായി പോയി. അല്ല, ഇങ്ങനെയാണോ ഒരു കാമുകി കത്തെഴുതുന്നത് എന്ന് ചോദിച്ചു പോയതാ. ജ്യോതി, നീ എന്തിനാ അവരും പറയുന്ന കേട്ട് വിഷമിക്കുന്നത്? നീ വിചാരിക്കുന്ന തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഞാനും ശേഖരൻകുട്ടിയും തമ്മിൽ തെറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, പങ്കുവെച്ചോടെ നിർത്തി. പിന്നെ എനിക്ക് ഈ തൊഴിൽ തുടർന്നു കൊണ്ടുപോകാൻ യാതൊരു താല്പര്യവുമില്ല. ജ്യോതിയെ ഞാൻ വിവാഹം ചെയ്യുമ്പോൾ എനിക്ക് ഈ തൊഴിലുമായി യാതൊരു ബന്ധവും ഉണ്ടാവരുത്. അതുകൂടി കണ്ടുകൊണ്ടാണ് ഞാൻ ശേഖരൻകുട്ടിയുമായി പിരിഞ്ഞത്. എന്താ, സമാധാനമായില്ലേ? ദൈവമേ, ഏതായാലും ഇപ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു. ആദ്യമായി എന്റെ കാമുകിയുടെ മുഖത്ത് വിരഹവേദനയില്ല, കണ്ണുനീരില്ല, കരച്ചിലില്ല. ഞാൻ വരട്ടെ. Yes. Come in. ഇരിക്കൂ.
ഞാൻ ജോർജിനോട് ഇവിടെ വരാൻ പറഞ്ഞത് ജോർജ് വീട്ടിൽ വന്നാൽ ആരെങ്കിലും വാച്ച് ചെയ്യും. ഐ വാണ്ട് ടു അവോയ്ഡ് ഇറ്റ്. ജോർജ് ഈ നമ്പറുകൾ എനിക്ക് ടാപ്പ് ചെയ്ത് തരണം. ഇതിൽ സി എമ്മിന്റെ റെസിഡൻസ് നമ്പർ ഉണ്ടല്ലോ. ഉണ്ട്. ശേഖരൻകുട്ടി അവിടെയാണ് താമസിക്കുന്നത്. സി എമ്മിന്റെ പൊളിറ്റിക്സിലോ പേഴ്സണൽ കാര്യങ്ങളിലോ എനിക്ക് താല്പര്യമില്ല. ശേഖരൻകുട്ടിയുടെ ബിസിനസ്സിലും എനിക്ക് താല്പര്യമില്ല. എനിക്കെതിരായി എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ എനിക്കത് അറിയണം, അത്രേ ഉള്ളൂ. എന്താ ജോർജിന് ബുദ്ധിമുട്ടുണ്ടോ? ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതല്ലേ? ജോർജ്, ജോർജിന് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. സുഭാഷ്, ദുബായ് എയർപോർട്ടിൽ തന്നെ തിരക്കി ഒരാൾ വരും. അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും. അതെ എന്ന് പറയണം. ഈ ഡോളറിന്റെ പകുതി അയാൾ തരും. ശരിയാണോ എന്ന് ഒത്തു നോക്കണം. ശരിയാണെങ്കിൽ ഈ പെട്ടി അയാളെ ഏൽപ്പിക്കണം. ശരി. അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാർ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ. അറിയാം. ജാക്കി നന്നായിട്ടാണെന്ന് പറയണം. എക്സാക്ട്ലി. എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത്. നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട്. പൊയ്ക്കോളൂ. സ്പെഷ്യൽ ബ്രാഞ്ച് നാർക്കോട്ടിക് സ്ക്വാഡ് ചെയ്യാണോ? സാർ, ഒരു ഇൻഫർമേഷൻ ഉണ്ട്. നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. അതെ, ചെറുപ്പക്കാരൻ, ഇരുനിറം. സോറി, അത് പറയില്ല. സാറിന് സൗകര്യം ഉണ്ടെ പിടിച്ചാൽ മതി. കോസ്റ്റായോ, ആ ചെറുക്കൻ ജാക്കിയുടെ പേര് തന്നെ പറയുവോ അതോ രണ്ടെണ്ണം കൊള്ളുമ്പം പ്ലേറ്റ് മാറ്റി നമ്മുടെ പേര് പറയൂ? കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത്? ജാക്കി 1 കണ്ടാൽ ഞാൻ 10 കാണുന്നവന്. നാളെ ഈ സമയത്ത് ജാക്കി ലോക്കപ്പിൽ കമ്പി എണ്ണിക്കൊണ്ടിരിക്കും. ఈ అచ్చాయ నమ్మకటి పణియుమో 7 సంవత్సరాలు కారాగ్రహము పట్టండి. മനസ്സിലായില്ലേ? 7 വർഷം ജയിലിൽ തള്ളും. പോടു, ഞാൻ പറയാനുള്ള പറഞ്ഞു. నేను చెప్పినది చెప్పినట్టే. 2 കാളുണ്ടായിരുന്നു. വിളിച്ചത് 2 ഒരാൾ തന്നെ. ഒന്ന് ഹോട്ടൽ ബ്രോഡ്വേയിലേക്ക്, 41 മിസ്റ്റർ സുഭാഷ്. രണ്ടാമത്തെ കോൾ നാർക്കോട്ടിക് സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക്. അറ്റൻഡ് ചെയ്ത് CI. എന്തായിരുന്നു സംസാരിച്ചത്? നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട്. കോശി തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു. സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് ആര് കൊടുത്തയച്ചാണെന്ന് അവൻ പറയും? ജാക്കി നന്നായിച്ചാണെന്ന് പറയും. എക്സാക്ട്ലി. അവൻ അതേ പറയൂ ലോറൻസ്. അച്ചായന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇനി നമുക്ക് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും.